നമസ്കാരം. ലോകത്തെ സംബന്ധിച്ചിടത്തോളം, സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ദുർദിനമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠം ഉൾക്കൊള്ളേണ്ട സമയമായി എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അത് ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖൊമേനി ഇന്ന് ലോകത്തോട് സംസാരിച്ചിരിക്കുന്നു. പതിനായിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് അദ്ദേഹം ലോകത്തോട് സംസാരിച്ചത്. ഇറാൻ്റെ നിലപാടുകൾ മാത്രമല്ല ഖൊമേനി പറഞ്ഞത്. ഖൊമേനിയെ നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം വാർത്തകളിൽ നിറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്ന് ഒളിവിൽ പോയ ആളാണ് അദ്ദേഹത്തെ കാണാനില്ല എന്നും അദ്ദേഹം ഏതോ ഷെൽട്ടറിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും ഒക്കെയായിരുന്നു വാർത്തകൾ. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, സെൻട്രൽ ടെഹ്റാനിലെ മധ്യഭാഗത്തുള്ള ഗ്രാൻഡ് മൊസള്ള മോസ്ക് എന്ന് പറയുന്ന വലിയ മോസ്കിൽ ആണ് അദ്ദേഹം വിശ്വാസികളോട് സംസാരിച്ചത്. പക്ഷേ അത് ലോകത്തിനുള്ള സന്ദേശമായിരുന്നു. ആ സന്ദേശം വലിയ ഒരു ഭീഷണിയുടെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ സംഘർഷങ്ങളുടെയൊക്കെ ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് ഇസ്രായേലിനെ ആണെങ്കിലും അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലോകത്തോടാണ്. നിങ്ങൾ എല്ലാ ഡിഫറൻസുകളും, പരസ്പരമുള്ള എല്ലാ വ്യത്യാസങ്ങളും, അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മാറ്റി നിങ്ങൾ ലോക മുസ്ലിം ജനത ഒരുമിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് ഷിയ സുന്നി വിഭാഗങ്ങളായാലും ദേശീയ പ്രാദേശിക വിഭാഗീയതയായാലും അതെല്ലാം മാറ്റിവെച്ച് ആഗോള മുസ്ലിങ്ങളെല്ലാം ഒരുമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ ഒന്നിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കാനും അവരോട് നിരന്തരം യുദ്ധം ചെയ്യാനുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹം ഇസ്രായേലിനെയാണ് കൃത്യമായി ടാർഗറ്റ് ചെയ്തതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം. കാരണം അദ്ദേഹം ഇസ്രായേലിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് തന്നെ സംസാരിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തി സംസാരിച്ചു. ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ഇനിയും ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, പാലസ്തീൻ്റെ വിമോചനത്തിനായി ഏത് അവസ്ഥ വരെയും, ഏതറ്റം വരെയും തങ്ങൾ പോകുമെന്നും വേണ്ടി വന്നാൽ അത് മോചിപ്പിക്കാൻ തങ്ങളുടെ പട്ടാളം തന്നെ പാലസ്തീനിൽ എത്തുമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ വളരെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ ഇത് കേൾക്കുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നതാണ്. ഇത് ലോകത്തെ ഒരു കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അലി ഖൊമേനി ഇതെല്ലാം പ്രസംഗിക്കുമ്പോൾ ലോകം തന്നെ സംശയിക്കുന്നത് ഇറാൻ്റെ ഇപ്പോഴത്തെ ആണവ ശക്തിയെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഇറാൻ വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ പോലും മടിക്കില്ല എന്ന് ലോകം സംശയിക്കുന്നുണ്ട്. ഇസ്രായേലിലെ തന്നെ ഒരു മുൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇസ്രായേൽ ഈ ചെറിയ ആക്രമണങ്ങളൊന്നും നടത്താതെ ഡയറക്റ്റായി തന്നെ ഇറാൻ്റെ ആണവ പദ്ധതിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തി ആ ഭീഷണി ഇല്ലാതാക്കണമെന്നാണ്. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ എത്രത്തോളം ആണവായുധങ്ങൾ ഉണ്ട് എന്ന് ഇപ്പോഴും ആർക്കും പിടിയില്ല. വലിയ സാങ്ഷൻസും അമേരിക്കയുടെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും കരാർ പൊളിഞ്ഞതും ഒക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇറാൻ്റെ കൈവശം എത്രത്തോളം ആണവായുധങ്ങൾ ഉണ്ട് എന്നും ആർക്കും അറിയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലോക മുസ്ലിങ്ങളുടെ നേതാവായി തങ്ങൾ മാറാനുള്ള ഒരു ശ്രമത്തിൽ ഇറാൻ ഏർപ്പെടുന്നത്. അതിലെ ഏറ്റവും വലിയ ട്രാജഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് സുന്നി മുസ്ലിങ്ങളുമായിട്ടാണ് ഈ പാലസ്തീനിലും ഒക്കെ സംഘർഷം നടക്കുന്നതെങ്കിലും ഇപ്പോൾ നേതൃത്വത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന രാജ്യം ഷിയ മുസ്ലിങ്ങളുടെയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സുന്നികൾ ഷിയാക്കളെ ഹിന്ദുക്കളെ പോലെ കാഫിറുകളായി കണ്ട് കൊല്ലും കൊലയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഷിയ രാജ്യം ആഗോള മുസ്ലിങ്ങൾ എല്ലാവരും ഒന്നിക്കണമെന്നും നമ്മൾക്ക് ദൈവത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ, തങ്ങളുടെ മതത്തിൻ്റെ ശത്രുക്കൾക്കെതിരെ പോരാടണമെന്നും ആഹ്വാനം ചെയ്യുന്നത്. ഇത് ആഗോള തലത്തിലെ ഒരു വലിയ ബാലൻസിനെ തെറ്റിക്കാനുള്ള ആദ്യത്തെ ശ്രമമായിട്ട് വേണം കാണാൻ. ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വലിയ വിഷയമുണ്ട്. അതുതന്നെയാണ് ഭാരതത്തിനുള്ള സന്ദേശവും. ഭാരതത്തിൻ്റെ വിദേശ നയത്തെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വളരെ ശക്തമായി, വളരെ കൃത്യമായി നമ്മളുടെ വിദേശ നയം കൊണ്ടുപോകുന്നുണ്ട്. അത് നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.
പക്ഷേ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നമുക്ക് വ്യാപാര ബന്ധങ്ങളുമുണ്ട്. ഇറാൻ മാത്രമല്ല, നമ്മൾക്ക് എവിടെ സംഘർഷം നടന്നാലും ആ സംഘർഷത്തിൻ്റെ ഇരു സൈഡിലും ഇരു ഭാഗത്തും നിൽക്കുന്ന ആൾക്കാരുമായി നമുക്ക് നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാലസ്തീനോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇസ്രായേലുമായി സൗഹൃദ രാഷ്ട്രമായി കഴിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഉക്രൈനുമായിട്ടും അതേസമയം റഷ്യയുമായിട്ടും സംസാരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്. ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതിൽ ആരൊക്കെയാണ് ഭാരതത്തെ അൾട്ടിമേറ്റ്ലി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ശത്രുക്കളായി കാണുന്നത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടേണ്ട ആ അറിവ് എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ അപകടമാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഇറാനിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു വിപ്ലവം നടന്നിരുന്നു. അവിടുത്തെ യുവതീ യുവാക്കൾ തെരുവിലിറങ്ങി രാഷ്ട്രം എന്നുള്ള ഇറാൻ്റെ ഈ സങ്കല്പത്തിനെതിരെ, ഈ ഭരണ സംവിധാനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. പർദ്ദ വലിച്ചെറിഞ്ഞ് പർദ്ദ തീയിൽ ഇട്ട് സ്ത്രീകൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു. 8000-ഓളം സ്ത്രീകളെയാണ്, പെൺകുട്ടികളെയാണ് ഇറാൻ കൊന്നൊടുക്കിയത് എന്ന് ഒരു കണക്ക് പറയുന്നു. അതിൻ്റെ എത്രയോ ഇരട്ടി പെൺകുട്ടികളെ ഇറാൻ തടവിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഭാരതം ഒരക്ഷരം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അത് ഭാരതം പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും ഇറാനുമായിട്ടുള്ള ബന്ധം കാരണമാണ്. ആ ബന്ധത്തിൽ ഒരു ഉലച്ചിൽ വരേണ്ട ഇറാൻ്റെ പ്രാദേശിക വിഷയമാണ് അതിൽ നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ നമ്മളൊരു പരസ്യപ്രകടനം നടത്തി അത് ഇറാനുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയായിരിക്കണം ഭാരതം ഇക്കാര്യത്തിൽ ഒഫീഷ്യലായി യാതൊന്നും പറയാതിരുന്നത്. പക്ഷേ ആ മര്യാദ ഇറാൻ നമ്മളോട് തിരിച്ചു കാണിച്ചില്ല. ഈ അലി ഖൊമേനി ഈ സംഘർഷമുണ്ടാകുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് പറഞ്ഞത് ഭാരതത്തിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന്. അദ്ദേഹത്തിന് ഇതൊരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം ഡയറക്റ്റായിട്ട് ഭാരതത്തിനുള്ളിലെ ഒരു ആഭ്യന്തര വിഷയത്തിൽ അഭിപ്രായം പറയുകയായിരുന്നു. അതും ഭാരതത്തിനുള്ളിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന നിലയിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത്. ഭാരതത്തിലെ ഏത് മുസ്ലിമിനാണ് ഇവിടെ സ്വന്തം മതത്തിൻ്റെ വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കാൻ പ്രശ്നമുള്ളത്, തടസ്സമുള്ളത് എന്ന് ആരും ചോദിച്ചില്ല. തീർച്ചയായിട്ടും മതത്തിൻ്റെ പേരിൽ വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചാൽ, രാജ്യത്തിനുള്ളിൽ പാകിസ്ഥാൻ തുരുത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഭരണകൂടം, ഭരണ സംവിധാനം അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അതിനിയും ഉണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രാജ്യത്തെ പൗരനെന്ന നിലയിൽ, ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം മതവിശ്വാസം അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ ഒരു മതസ്ഥനും യാതൊരു പ്രശ്നവുമില്ല. അപ്പോഴാണ് പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ പറയുന്ന ഇതേ അലി ഖൊമേനി അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്, ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വം കുറവാണ് എന്ന്. എന്തർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നറിയില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും ഭാരതത്തിനുള്ളിലെ വിഭാഗീയ ശക്തികൾക്ക് വലിയ തോതിൽ ഊർജം പകരാൻ തന്നെയായിരുന്നു. ഒരുപക്ഷേ ജമ്മു കാശ്മീരിലെ വിഷയമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെങ്കിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ മുസ്ലിം ജനവിഭാഗമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അസംതൃപ്തർ. അവർ പാകിസ്ഥാനെതിരെ സമരം ചെയ്യുകയാണ്. ഭാരതത്തിലെ ജമ്മു കാശ്മീരിൽ സമാധാനവും സമൃദ്ധിയും തിരിച്ചു വരികയുമാണ്. ഇതൊന്നും അറിയാതായിരിക്കില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉദ്ദേശം എല്ലാ രാജ്യങ്ങളിലുമുള്ള മുസ്ലിങ്ങളെ അതാത് രാജ്യങ്ങളിലെ ഭരണകൂടത്തിനെതിരെ തിരിക്കുക, ആഗോള മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഭാരതത്തിന് പാഠമാണ് എന്ന്. ജൂതരെ പോലെ തന്നെ, ഇസ്രായേലിലെ ഭൂരിപക്ഷ ജനതയായ ജൂതരെ പോലെ തന്നെയാണ് ഒരർത്ഥത്തിൽ ഭാരതത്തിലെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദു സമൂഹവും. ആഗോള ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾ, ആഗോള ഇസ്ലാമിക തീവ്രവാദി രാജ്യങ്ങൾ, ഇവരെല്ലാം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ശേഷം ശത്രു രാജ്യമായി കാണുന്നത് ഭാരതത്തെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇവരുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമെന്നോ വ്യാപാര ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുമെന്നോ ഒക്കെ പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട സമയം വന്നിരിക്കുന്നു. കാരണം ആഗോള മുസ്ലിങ്ങളെ ഒരുമിപ്പിക്കാനും അവരുടെ നേതൃത്വം ഏറ്റെടുക്കാനും തയ്യാറായിട്ടാണ് ഇന്ന് ഇറാൻ നിൽക്കുന്നത്. ഇറാൻ ഒരു കടലാസ് പുലിയാണ്. ഇറാൻ്റെ മിസൈലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനൊന്നും ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള പരിഹാസങ്ങളുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ശരിയാണ്. കാരണം കഴിഞ്ഞ ഏപ്രിലിൽ ഇതുപോലെ ഇസ്രായേലിന് നേരെ
ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുകയും അത് കാര്യമായി വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കാതെ തീരുകയും ചെയ്തു. അതിന് ഇറാൻ പറഞ്ഞ കാരണം ഞങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ്. ഇപ്രാവശ്യവും അങ്ങനെ കാര്യമായ ഡാമേജ് ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇറാൻ ഒരു കടലാസ് പുലി ആയതുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡൻറ്റിനെ ഇത്ര നിഷ്പ്രയാസം അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ സാധിച്ചതെന്ന് ഇസ്രായേലും അടക്കം പറയുന്നുണ്ട്. അതെന്തുമാകട്ടെ, പക്ഷേ ആഗോള മുസ്ലിങ്ങളെ ഒറ്റ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയതയ്ക്കപ്പുറം ഒരുമിച്ച് കൊണ്ടുവരിക മാത്രമല്ല, നിങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്യൂ എന്ന് അവരെ ആരെങ്കിലും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആഗോള തലത്തിൽ തന്നെ സമാധാനത്തിനും സമാധാന ജീവിതത്തിനും ജനങ്ങൾക്കും വലിയ ഭീഷണി തന്നെയാണ്. അങ്ങനെയുള്ള ഇറാൻ ഇസ്രായേലിനെ മാത്രമല്ല ഭാരതത്തെയും ഒരു ശത്രുരാജ്യം എന്ന നിലയിൽ കണ്ണിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായ വാർത്തയല്ല. ഒരുപക്ഷെ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി, സ്വന്തം സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി, ഇവിടുത്തെ ദേശീയ ജനതയുടെ നിലനിൽപ്പിനു വേണ്ടി പോരാടേണ്ടി വരുന്ന കാലം ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഭാവിയിൽ ഉണ്ടായേക്കാം. നമസ്കാരം.